നിസ്കാരം എന്ന് പറഞ്ഞാൽ നിയത്ത്, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം പ്രവേശിക്കുകയാണ് തക്ബീറത്തുൽ ഇഹ്റാം, പിന്നെ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. ഇതാണ് എന്ത്? ദുആഉൽ ഇഫ്തിതാഹ്, പ്രാരംഭ പ്രാർത്ഥന. 2 ഫാത്തിഹയിൽ പ്രവേശിക്കുക, ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഈ ഒരു കൂട്ടത്തിൽ ഇന്ന് ചൊല്ലിയാൽ മതിയാകൂല. അത് ഞാൻ ഇവിടെ 4-5 ഉസ്താദുമാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ഇടവേള കിട്ടും കുറച്ച് കഴിഞ്ഞാൽ. ആ ഇടവേളയിൽ ഉസ്താദുമാർ ഒരു 4-5 ഉസ്താദുമാരുണ്ട്. അവരെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അവരടുത്ത് അവനാൻ്റെ ഫാത്തിഹ ഒന്ന് ചൊല്ലിക്കൊടുക്കുക. എന്നിട്ട് അവർ പറഞ്ഞു തരും. എന്നാൽ ഈ ഒരു ഇരുത്തത്തിൽ അതിന് കഴിയൂല. ആരുടെയൊക്കെ ഫാത്തിഹയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ടോ അവരെ പേര് ഇവിടെ തരും. ഉസ്താദുമാർ അവരെ പേര് എഴുതിയൊക്കെ തരിക. എന്നിട്ട് നമ്മളെല്ലാവർക്കും കൂടി സൗകര്യമുള്ള ഒരു ദിവസം, ഒരു ഹാഫ് ഡേ, ഒരു ഞായറാഴ്ചയോ മറ്റോ എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഒരുപാട് ഉസ്താദുമാരിരിക്കുക വിവിധ മുറികളിൽ. ഖിറാഅത്ത് മറാത്ത് പറഞ്ഞിട്ട് ഫാത്തിഹ ലെവലാക്കുക. എന്തുകൊണ്ട്? സ്വലാത്ത് ലിമൻ ലം യഖ്റഅ ബിഫാത്തിഹത്തി കിതാബ്, ഫാത്തിഹത്തിൽ കിതാബ്. അല്ലാതെ ഇവിടെ ഓറലായ ഒരു ഫാത്തിഹ ഓതിയോണ്ട് ഈ വിഷയം തീരൂല. എവിടുന്നാ മഖ്റജ് വരുന്നത്, എങ്ങനെ വെച്ച് എടുത്ത് ഒക്കെ കണക്കാക്കണം. അപ്പോൾ അല്ലാതെ അത് നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഫാത്തിഹ, പിന്നെ ഒരു സൂറത്ത് ഓതുക. മുന്നിലുള്ള സൂറത്ത് ആദ്യം, അതിന് ശേഷം പിന്നിലുള്ള സൂറത്ത് രണ്ടാമത്. അതാണ് കുറച്ച് അല്പം ആയത്തുകൾ ഓതുന്നതിനേക്കാൾ ശറഇൽ അഫ്ളൽ, പ്രത്യേകിച്ച് ശാഫി മദ്ഹബിൽ അഫ്ളൽ സൂറത്ത് കാമിലത്തായി ഓതലാണ്. ചില ആളുകൾ എന്ത് ചെയ്യും, അത് വലിയ കുറച്ച് ആയത്താണ് ഓതിച്ചാണ് ഉക്കുവിക്കും. അതല്ല നമ്മളെ മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് ഏറ്റവും ഖൈറ് അവിടുന്നെങ്കിലും കുറച്ച് ആയത്തെടുത്ത് ഓതലല്ല. പിന്നെ എന്താണ്? ഒരു റക്അത്തിൽ ഒരു സൂറത്ത് തീർക്കലാണ് അഫ്ളൽ. അതാണ് അഫ്ളല്. എന്നാൽ കൂടുതൽ ഖത്തം തീർക്കാൻ വേണ്ടിയിട്ട് തറാവിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് തെറ്റുമല്ല. അങ്ങനെയൊക്കെ ചെയ്യാം. അതിൽ വേറൊരു ലക്ഷ്യമുണ്ട്. എന്താ ലക്ഷ്യം? ഒരു ജുസ് തറാവിയിൽ തീർക്കുക, അടുത്ത ജുസ് തറാവിയിൽ അടുത്ത ജുസ്. അപ്പം 30 ദിവസം കൊണ്ട് എന്ത് തീരും? ഒരു ഖത്തമ നിസ്കാരത്തിൽ തീരും. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതാണ്. അത് മാറ്റി വെച്ചാൽ പിന്നെ ഓരോ റക്അത്തിലും ഒരു കാമിലത്തായ സൂറത്ത് ഓതലാണ് ശാഫി മദ്ഹബിന്റെ വീക്ഷണം അനുസരിച്ച് അഫ്ളൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. റുക്കൂ എന്നാൽ റുക്കൂഇന്റെ വിധം, റുക്കൂ അല്ലാഹും റസൂലും പൊരുത്തപ്പെട്ട വിധത്തിൽ റുക്കൂ ചെയ്യൽ ഇങ്ങനെയാണ്. എങ്ങനെ റുക്കൂ ചെയ്യേണ്ടത്? തല താഴരുത്, തല പൊങ്ങും ചെയ്യരുത്, തല തൂക്കരുത്, തല തൂക്കരുത്, തല തൂക്കരുത്, തല തൂക്കരുത്. തന്നെ ഒരു ലേശം തല താഴ്ത്തുക, ഒറ്റ താഴ്ത്തുന്നത് തന്നെ. ഒരു വടിയിൽ വെച്ചാൽ അവിടെ ഇവിടെയും തടണം. മറ്റേ തല തൂക്കിയാൽ, തല തൂക്കിയത് പിടിച്ചാൽ പറ്റൂല. ഞാൻ ഇമാം ഗസാലി തങ്ങളുടെ ഇഹ്യായിൽ നിന്ന് റുക്കൂഇനെ വായിക്കാം. റുക്കൂഇനെ ഒരാൾ ഒരുപാട് കാര്യം ശ്രദ്ധിക്കണം. റുക്കൂഇനൊരു തക്ബീർ ചെല്ലണം. റുക്കൂഇലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യണം? കൈ ഉയർത്തിയിട്ട് നേരെ കൈ കൊണ്ടേ വെക്കണം. അവിടെ എത്തുന്നത് വരെ എന്ത് ചെയ്യണം? അല്ലാഹു അക്ബർ നീട്ടി പറയണം. കൈ പൊക്കണം. അല്ലാഹു അക്ബർ. ഈ കൈ ഇവിടെ വെക്കുന്നത് വരെയും എന്ത് ചെയ്യണം? തക്ബീറിനെ നീട്ടണം. നിന്റെ 2 ഉള്ളം കൈയും വെക്കണം. അലാ റുക്ബതൈഹി, മുട്ടുംകാലിന്റെ മേലില്. മൻഷൂറ, ഇങ്ങനെ വെക്കരുത്, വിടർത്തി വെക്കണം. ഇത് ഇങ്ങനെ ആക്കു ചെയ്യരുത്. ഈ വിരലുകൾ എങ്ങോട്ട് നിൽക്കണം? ഖിബ്ലയിലേക്ക് തന്നെ തന്നെ. നഹ്വൽ ഖിബ്ലത്തി അലാ തുൻസാഖി വഅൻ യൻസുബ റുക്ബതൈഹി, മുട്ടുംകാലിനെ നീട്ടി വെക്കണം. നീട്ടി വെച്ചു. മുസ്തവിയാ, അവന്റെ പുറം ഭാഗത്തെ അവൻ ആക്കണം. മുസ്തവിയൻ, മുസ്തവിയൻ സമമാക്കണം. ഇവിടെ ഇവിടെയും ഒരേ അളവിലാക്കണം. ഇതിനോടൊക്കണം എന്തും, തലയും കഴുത്തും തലയും ഇതിന് കണക്കാക്കി വെക്കണം. സഫീഹത്തിൽ വാഹിദത്തി ലാ യകൂനു റൗസുഹു അഖ്ഫല വലാ അർഫാ. ലാ യകൂനു റൗസുഹു, അവന്റെ തല ആകരുത്. അഖ്ഫല, താഴരുത്. വലാ അർഫാ, പൊങ്ങും ചെയ്യരുത്. അതാണിത്. ഒരാൾക്ക് സുജൂദ് മണ്ണിൽ ചെയ്യാൻ കൈ പറ്റൂല. അപ്പൊ അയാൾ എന്താ ചെയ്യാ? റുക്കൂഇനേക്കാൾ റുക്കൂ ഒന്ന് കുനിയും, സുജൂദ് ഒന്നും കൂടി താഴ്ത്തും.
ഈ ഒന്നും കൂടി താഴ്ത്തണ ശൈലിയിലേക്ക് എന്ത് പോകരുത്, റുക്കു പോകരുത്. അത് സുജൂദിന്റെ അവസ്ഥയാണ്. അതേ സമയത്ത് ഇങ്ങനക്കും ചെയ്യരുത്. എന്താ റുക്കുവിൽ ചെല്ലേണ്ടത്? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഇനി എന്താണ് ഇഅ്തിദാൽ? അത് 3 തവണ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ നീ പൊങ്ങണം. എന്നിട്ട് മുഅ്തദിലായി നിൽക്കണം. സമിഅല്ലാഹു ലിമൻ ഹമിദ, നിന്റെ തോളിന് കണക്കാക്കി നീ എന്ത് പൊക്കണം? നിന്റെ കൈയിനെ പൊക്കുക. സമിഅല്ലാഹു ലിമൻ ഹമിദ. എന്താ അവിടെ ചൊല്ലേണ്ടത്? അവിടെ ഇങ്ങനെക്കരുത്, മുഅ്തദിലായി നിൽക്കണം, വൃത്തിയായി നിൽക്കുക, കുനിയരുത്. എല്ലാ കുനിയലും ഒഴിവാക്കി വൃത്തിയായി നിൽക്കുക. അവിടുത്തെ ദിക്ർ റബ്ബനാ ലക്കൽ ഹംദു മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു. അല്ലാഹുവേ ലക്കൽ ഹംദു, നിനക്കാണ് സർവസ്തുതിയും, മിൽഅസ് സമാവാതി, ആകാശങ്ങൾ നിറയെ, വമിൽഅൽ അർളി, ഭൂമി നിറയെയും, വമിൽഅ മാ ശിഅത, നീ ഉദ്ദേശിച്ചത്, മിൻ ശൈഇൻ, വല്ലതുണ്ടെങ്കിൽ, ബഅദു, ആകാശവും ഭൂമിയും എല്ലാം കഴിഞ്ഞ് നീ എന്തൊക്കെ ഉണ്ടോ അത് നിറയെയും എന്നാണ് ഇതിന്റെ അർത്ഥം. അത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോവാണ്? സുജൂദ്. 7 അവയവം താഴെ തട്ടലാണ് എന്ത്? അതിൽ ഒരവയവം തട്ടിയിട്ടില്ലെങ്കിൽ സുജൂദാവൂല. 8ാമത്തത് ശക്തിയാ സുന്നത്തുണ്ട്. അതേതാ 8ാമത്തെ? അംഫ്, മൂക്ക്, ശക്തിയാ സുന്നത്താണ്. 2 കാൽവിരലുകള്, 2 കാൽമുട്ടുകള്, 4ആയി 2 കൈകള്, 6ആയി ജബ്ഹത്ത്, നെറ്റിത്തടം, 7 അംഫായാൽ ശക്തിയാ സുന്നത്തുമാണ്. എങ്ങനെ സുജൂദ് ചെയ്യേണ്ടത്? ഒട്ടകം കിടക്കലാണ്. ഒട്ടകം ആദ്യം കൈമക്കൾ വീഴ ചെയ്യാ. നിങ്ങൾ ഒട്ടകം കിടക്കുമ്പോൾ സുജൂദ് കിടക്കരുത് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്. സുജൂദിൽ അവ്വലൻ റുക്ബതൈഹി, ആദ്യം എന്ത് വെക്കണം? കാല്. സുമ്മ റാഹതൈഹി, പിന്നെ 2 കൈവെള്ളകള്. സുമ്മ ജബ്ഹതക, പിന്നെ ചിലണം. 3 ഘട്ടാണ് ഇതിനുള്ളത്. 1 റുക്ബതൈഹി, സുമ്മ റാഹതൈഹി, പിന്നെ ജബ്ഹത്ത്. അല്ലാഹു, മുട്ടും എത്തി, എന്തും എത്തി, കാൽവിരലിന്റെ പള്ളകൾ എത്തി. പിന്നെ എന്ത് ചെയ്യാ? റാഹത്തൈഹി, പിന്നെ ജബ്ഹത്ത്. ചില ആളുകൾ സുജൂദ് ചെയ്യാൻ ഒരുങ്ങിയപ്പോഴാണ് ഇവിടെ എന്തോ ചൊറിയുണ്ടായത്. ചൊറിഞ്ഞ് അപ്പൊ അങ്ങനെ കടന്ന് മാന്തി അങ്ങനെ ഇമാമ് അല്ലാഹു അക്ബർ. അപ്പൊ അങ്ങനെ എന്തായിട്ടില്ല? സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദി. കൈ 2ഉം അകത്തി വെക്കുക ഒരൽപ്പം. ആണാവുമ്പോൾ കൈ 2ഉം അടുപ്പിച്ച് വെക്കുക. പെണ്ണാകുമ്പോൾ പള്ളകളൊക്കെ പൂർണ്ണമായി മണ്ണിൽ പറ്റി തന്നെ. ഇതന്നെ മരണം വരെ അങ്ങനെ സുജൂദ് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരങ്ങൾക്ക് പൊതുവെ ഒരു ചാണ് 2 കാലുകൾക്കിടയിൽ അത്രേ പാടുള്ളൂ. ചില ആളുകൾ ആട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-20 ആള് നിൽക്കണ സോഫിലൊരു 10 ആളെ കൊണ്ട് നിറഞ്ഞു കാല് പിടിക്കണം. ഒന്ന് കൊച്ചിയിലും ഒന്ന് കൊയിലാണ്ടിയിലോ കാല്. 2 കാലുകൾക്കിടയിൽ എത്രയേക്കാൾ കൂടരുത്? ഒരു ചാണ് തന്നെ. ഈ അവസ്ഥ മൊത്തം സുജൂദിലും അങ്ങനെ തന്നെ, റുകൂഇലും അങ്ങനെ തന്നെ. ഇത് കൂടും ചെയ്യരുത്, കുറയും ചെയ്യരുത്. 2 കാലുകൾക്കിടയിൽ എന്തുണ്ടാവുക? ഒരു ശിബർ, ഒരു ചാണ്. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി എന്ന് 3 തവണ ചൊല്ലുക. മഹാശൈഖന്മാരുടെ പല ആളുകളെയും വീക്ഷണ പ്രകാരം ഇന്ത്യക്കാലാത്തുകളിലൊക്കെ 3 തസ്ബീഹ് പറഞ്ഞു കൊടുത്ത് 3 പിന്നെ തസ്ബീഹ് കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ, ആ സമയം കിടന്നിട്ടില്ലെങ്കിൽ, ആത്മീയവാദികളായ മശായിഖന്മാരായ സൂഫിയാക്കളെ വീക്ഷണ പ്രകാരം ആ സുജൂദിനെ അല്ലാഹു തആല സ്വീകരിക്കൂല എന്നാണ്. ഫിഖഹിന്റെ വീക്ഷണത്തെക്കാൾ കുറച്ച് മറികടന്ന വീക്ഷണമാണ് മശായിഖന്മാരായ സൂഫികൾക്ക്. മുനാഫിഖ് നിസ്കാരത്തെ വിമർശിച്ചു കൊടുത്ത് മുസ്തഫ നബി പറഞ്ഞു ദിക്റിന് അവർ നീട്ടൂല. അപ്പൊ 3 തവണയെങ്കിലും അത് വന്നാലേ ആ സുജൂദ് അല്ലാഹു തആല ഖബൂലാക്കൂ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വഅഫിനി. ഇത് ആത്മാർത്ഥമായി ചെയ്താൽ തീരാത്ത ഒരു സംഗതി ഉണ്ടാവില്ല. ഈ ദുആ ലാത്തൊരു ദുആ. റബ്ബി ഗ്ഫിർലി, റബ്ബേ എനിക്ക് പൂർത്തീകരണം. വർഹംനി, എന്നോട് കരുണ കാണിക്കണം. വജ്ബുർനി, എൻ്റെ എല്ലാ പ്രശ്നവും ഇതോടെ പരിഹരിക്കണം. വർഫഅനി, എൻ്റെ സ്ഥാനത്തെ ഉയർത്തിത്തരണം. വർസുഖ്നി, എനിക്ക് ആവശ്യമായ എല്ലാ റിസ്ക്കും തരണം. വഹ്ദിനി, എന്നെ നേർമാർഗത്തിലാക്കണം. വഅഫിനി, എനിക്ക് ആരോഗ്യം തരണം, മനസ്സിനും ശരീരത്തിനും. ആത്മാർത്ഥമായി നിസ്കാരത്തിലല്ലേ മനസ്സറിഞ്ഞ് പറയണം. അതൊന്നും നമ്മൾ പറയില്ല. അതൊക്കെ ഒരു കടമ പോലെ പറയും. ഇതൊരു ദുആ അല്ലേ?
ഏത് തൂക്കം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാവൂല. ഒന്നിരിക്കും ഈമാന്റെ മരണം ഉണ്ടാവും. എന്താവും ഈമാന്റെ മരണം ഉണ്ടായ പോലെ. അലി മുസ്ലിം സുജൂദിലല്ലേ മരിച്ച്? സുജൂദിലാ മരിച്ച്. ഒരു സുജൂദ് ചെയ്തു, ഇടയിലിരുന്നു, രണ്ടാമത്തെ സുജൂദിൽ മരിച്ചു. പിന്നെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തൂക്കി. മരിച്ച മയ്യത്തിന് തൂക്കിയതാണ് ബ്രിട്ടീഷുകാർ. ഇതാ താരിഖ്. എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ ചരിത്രത്തിൽ അങ്ങനെയാണ്. എത്രയോ സുജൂദ് കഴിഞ്ഞ ആ സന്തോഷത്തിലാണ് അവരോട് പറയുന്നത്. സുജൂദിന് നമ്മൾ ആവശ്യമൊക്കെ വേണമെങ്കിൽ നീട്ടാൻ വേണ്ടി പറയാം, ദുആ ചെയ്യാം. എവിടെ? സുജൂദിൽ. അറബിയിലായിരിക്കണം, മലയാളം ആകരുത്. എന്തൊക്കെ കിട്ടണൊക്കെ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക വ തആതിക ഒക്കെ പറയാ. എവിടെ? സുജൂദിൽ. നീ ഇമാമാകരുത്. നീ ഇമാമാവുമ്പോ അങ്ങനെ പറയരുത്, കാരണം മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കും. ശ്വാസം മുട്ടിക്കണ ഒരു മജ്‌ലിസിലുണ്ടാവും, ആ കിടക്കണ കൂട്ടത്തിൽ. അപ്പൊ നീ നിന്റെ 3 തസ്ബീഹ് കഴിഞ്ഞാൽ എണീക്കണം. ഇമാമാണെങ്കിൽ നീ ഒറ്റയ്ക്ക് നിസ്കരിക്കണമെങ്കിൽ നിനക്ക് എത്രയും നീട്ടാം. ദുആ അങ്ങനെ നീട്ടാം. ഹബീബ റസൂലുള്ളാഹി ദുആ സുജൂദിൽ കിടന്നിട്ട് എണീക്കാതെ കണ്ടപ്പോൾ ഖശീതു അന്നഹു ഖുബില, ഹബീബ നബി വഫാത്തായി പോയോ എന്ന് ഞാൻ പേടിച്ചു. ആര് പറയാ? ഉമ്മുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. അപ്പൊ ആ സുജൂദ് കഴിഞ്ഞ ശക്തിയിലാണ് ഈ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. എന്ത്? റബ്ബി ഗ്ഫിർലി, റബ്ബേ എനിക്ക് പൂർത്തിരണം, റഹ്മനി, എന്നോട് കരുണ കാണിക്കണം, വജ്ബുർനി, എൻ്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കണം, വർഫഅനി, എന്നെ നീ ഉയർത്തിത്തരണം നിന്നിലേക്ക്, നല്ല മുഅ്മിനാകണം ഞാൻ. പിന്നെ വർസുഖ്നി, എനിക്ക് ദുനിയാവിൽ ആവശ്യമായ എല്ലാ റിസ്ഖും എല്ലാം നൽകണം. പിന്നെ വഹ്ദിനി, എന്നെ നേർമാർഗത്തിലാക്കണം. വആഫിനി, എനിക്ക് ആരോഗ്യം തരണം. കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ സുജൂദും ചെയ്തു. സുജൂദിനെ നീട്ടണം റുകൂഇനേക്കാൾ. ദിക്ർ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, എൻ്റെ മേലെയായ റബ്ബാണ് പരിശുദ്ധൻ. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടുകൂടെ. സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് ഏറെ പരിശുദ്ധനാണ്. അൽ അഅ്ലാ, ഏറ്റവും മേലെയായ. വബിഹംദിഹി, അവനെ സ്തുതിക്കുന്നതോടുകൂടെ. അപ്പോൾ അവൻ എൻ്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇനിയുള്ളത് അത്തഹിയാത്താണ്. ഇടയിലെ അത്തഹിയാത്ത് കുറച്ചേ ഉള്ളൂ, ശ്രദ്ധിക്കണം, പരിധി വിട്ടു പോകരുത്. വളരെ കസീറത്തായ അമലാണത്. അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തുത് ത്വയ്യിബാതു ലില്ലാഹ്. അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു റഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? ഒന്നാമത്തെ അത്തഹിയാത്ത് കഴിഞ്ഞു. ഇടയിൽ അത്തഹിയാത്ത് കഴിഞ്ഞു. നീട്ടരുത്. നീ പൊന്തിക്കലിന്റെ പ്രത്യേകം പറഞ്ഞുതരാം. പൊന്തിക്ക, നോക്ക, താഴ്ത്തുക. ഇബ്ലീസിന്റെ പള്ളക്ക് കുത്തു. അതായത് ഇല്ലല്ലാഹ് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിവിടെ തളർത്തിട്ടു. ഇതൊക്കെ മടക്കി, ഇത് നീർത്തി, തളർത്തിട്ടു. ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ പൊന്തിച്ചു, ഈ വിരല് ചേർത്ത് വെച്ചു. അങ്ങനെ ആകരുത്. അങ്ങനെ ആയാൽ തസ്ലീസ് വന്നു. തസ്ലീസ് ശൈത്താനിയത്താണ്. ചേർത്ത് വെച്ചു. അതിനൊന്ന് നോക്കി. ആരെ? പൊങ്ങിയ വിരലിനെ നോക്കി താഴ്ത്തിയിട്ടു. ഒറ്റ കുത്താതെ. ആർക്ക്? അതിൽ ഇബ്ലീസിന് വേദനിക്കും പോലെ വേറെ സ്ഥലത്ത് വേദനിക്കൂല. ഇബ്ലീസിന് ഏറ്റവും വലിയ വേദന നിങ്ങൾ ഇല്ലല്ലാഹ് പറയുമ്പോഴുള്ള ആ പൊന്തിക്കലും നോക്കലുമാണ്. പിന്നെ താഴ്ത്തി, പിന്നെ അദ്ദേഹത്തിന്റെ ബാക്കിയാണ് ചൊല്ലും ചെയ്തു. ഞാൻ അതിലേക്ക് ഇബ്രാഹിമി സ്വലാത്ത് പൂർത്തിയാക്കുക. പിന്നെയുള്ള ദുആ എന്നിങ്ങനെ തുടങ്ങിയിട്ട് മസീഹ് ദജ്ജാൽ വരെയുള്ളതാണ്. എന്ത്? രണ്ടാമത്തത്. ഇനി ഒരാൾക്ക് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിന്റെ അവിടെ നിർത്തി സലാം വീട്ടിയാൽ ഒരു പ്രശ്നമില്ല. ആലിനും സലാം വീട്ടല്ലേ ഉള്ളൂ. അതോടുകൂടെ വാജിബ് വീടി. ആ ദുആ ഒഴിവാക്കുന്ന ഖറാത്താണ്. എന്നാൽ നിസ്കാരം ബാത്തിലാവില്ല. ഹബീബ റസൂലുള്ളാഹിക്കും ആലിന് വേണ്ടിയും സലാം പറഞ്ഞ് സലാത്തു സലാമും ചൊല്ലി നിർത്തിയാൽ മതിയാകും, പൂർത്തിയാകുന്നത്. എന്നാൽ ബാക്കിയുള്ള ദുആ അഫ്ളലായ സുന്നത്താണ്, തെർക്ക് ചെയ്യൽ ഖറാത്താണ്. പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ഏതുവരെ? മസീഹ് ദജ്ജാൽ വരെ. ഇനി മസീഹ് ദജ്ജാൽ കഴിഞ്ഞാലും കിട്ടാ അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കബീറൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത ഫഗ്ഫിർ ലി മഗ്ഫിറതൻ മിൻ ഇൻദിക ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. വലിയ ഫദ്ല. അതും കൂടി ചേർക്കുക. മസീഹ് ദജ്ജാൽ കഴിഞ്ഞിട്ട് അതും ശക്തിയായ സുന്നത്താണ്. ഇത് കൂട്ടുക. അസ്സലാമു അലൈക്കും, സലാം കിട്ടിയാൽ മതി. പക്ഷെ പൂർത്തീകരണം റഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. മയ്യിത്ത് നിസ്കാരത്തിൽ ഒരു മീസത്തിന് വേണ്ടി ബറക്കാത്തുഹു ചേർക്കൽ സുന്നത്താണ്.
ഒഴിവാക്കൽ കറാഹത്താണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സാധാരണ നിസ്കാരത്തിൽ വബറകാത്തു ഇല്ല. സാധാരണ നിസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മയ്യിത്ത് നിസ്കാരത്തെയും സാധാരണ നിസ്കാരത്തെയും വിട്ടുപിരിക്കാൻ വേണ്ടിയിട്ടാണ് മയ്യിത്ത് നിസ്കാരത്തിൽ എന്തുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. തന്നെ ഇതാണ് നിസ്കാരം. ഒന്നാമത്തെ അത്തഹിയ്യാത്താണെങ്കിൽ ഇത് തന്നെ വലത്തെ കാലിന്റെ കാൽപാദത്തെ പൊക്കി വെക്കുകയും അതിന്റെ വിരലുകളെ അമർത്തി വെക്കുകയും ചെയ്ത് ഇടത്തെ കാലിന്റെ പള്ളയുടെ മേൽ ഇരിക്കുക. ഇതാണെന്ത്? ആദ്യത്തെ തഹിയ്യാത്ത്. വലത്തെ കാലിന്റെ പാദത്തെ നാട്ടിവെക്കുകയും വിരലുകളെ അമർത്തി വെക്കുകയും വിരൽ പള്ളകളെ അമർത്തി വെക്കുകയും ചെയ്ത് ഇടത്തെ കാലിന്റെ പള്ളയുടെ മേൽ ഇരിക്കുക. ഇതാണെന്ത്? ഒന്നാമത്തെ തഹിയ്യാത്തിൽ അഫ്ളലായ വിധം ഇരുത്തം. രണ്ടാമത്തെ തഹിയ്യാത്ത് ഒന്നുമില്ല. തന്നെ നിന്റെ ഇടത്തെ അല്യത്തിനെ ചന്തിയെ മണ്ണിലേക്ക് ചേർത്ത് വെക്കുക. വലത്തെ കാലിന്റെ കാൽപ്പാദത്തെ നാട്ടിവെക്കുക. ഇടത്തെ കാലിനെ വലത്തെ കാലിനിടയിലൂടെ കോർക്കുക. ഇതാണ് അവസാനത്തെ തഹിയ്യാത്തിലെ ഇരുത്തം. സലാം വീട്ടുന്ന എല്ലാ ഇരുത്തത്തിലും ഇതാണ് അഫ്ളല്. തറാവിയിലെ ഇരുത്തം ഇതാണ് അഫ്ളല്. എന്തുകൊണ്ട്? 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടുന്നുണ്ട്. അതേ സമയത്ത് ഫർള് നിസ്കാരങ്ങളിലെ ആദ്യത്തെ തഹിയ്യാത്തിൽ ഇങ്ങനെ ഇരിക്കണം. എന്തുകൊണ്ട്? അത് കഴിഞ്ഞാൽ സലാമില്ല. അതേ സമയത്ത് ഈ 2 റക്അത്ത് കഴിയുമ്പോൾ സലാം വീട്ടു നിസ്കാരമാണ് ഏത്? തറാവി. മാത്രല്ല നിങ്ങളെ റവാത്തിബുകൾ ഒക്കെ ഈ 2 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടും. അപ്പോൾ ഈ ഇരുത്തല്ല ഫുളല്, ഈ ഇരുത്തമാണ്. റമളാൻ അല്ലാത്ത കാലത്ത് നബി 11 റക്അത്തിനേക്കാൾ തറാവി നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് തറാവി നിസ്കാരം 11 റക്അത്തേ ഉള്ളൂ എന്ന് പറയുന്ന മുസ്ലിം സുന്നി പണ്ഡിതന്മാര് ഒരു 2 കൊല്ലത്തിനുള്ളിൽ പുറത്തേക്കാണ്. എന്നിട്ട് അനവധി പള്ളികളിൽ, സുന്നി പള്ളികളിൽ തന്നെ 8 3 ആണെങ്കിൽ ഇങ്ങോട്ട് പോകാം, 20 ആണെങ്കിൽ അങ്ങോട്ട് പോകാം, അവിടേക്ക് എത്തും. നിങ്ങൾ കണ്ടോളി, ഇതൊക്കെ അങ്ങനെയാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ആ 20 മുറാഅത്ത് ചെയ്യുന്നവരെ പരിഗണിക്കുന്നതാണ് വേണ്ടത്. നിയ്യത്തുൽ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിൽ അന്വരിപ്പിക്കണം. അതായത് ആദ്യം ഉസല്ലി ഫർളൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല എന്ന് ഒന്ന് പറയാ. എന്നിട്ട് വേഗം എന്ത് ചെയ്യാ? തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടുവരാം. അതിന്റെ യുടെയും റാഇന്റെ റിന്റെ ഇടയിലും നമ്മുടെ ഈ നിസ്കാരത്തെ മനസ്സിൽ കൊണ്ടുവരിക. അതാണ് പൂർണ്ണമായ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും. അതിന് കഴിയില്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കയറ്റിയാൽ മതി. പിൽക്കാലത്ത് പഠിക്കണം. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഉള്ളിൽ വരണം? തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഉള്ളിൽ വരലാണ് അഫ്ളൽ. അപ്പൊ 2 തരം നിയ്യത്തുണ്ട്. ഒന്ന് ലിസാനി, ഒന്ന് ഖൽബി. ലിസാനി നമ്മൾ വേഗം എന്തിൽ കേറ്റ? ഉസല്ലി ഫർളൽ ളുഹ്രി 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇതാണ് എന്ത്? ലഫ്ളിയായ നിയ്യത്ത്. എന്നിട്ട് വേഗം എന്തിലേക്ക് കയറുക? അല്ലാഹു അക്ബർ. എന്നിട്ട് ഖൽബിയായ നിയ്യത്ത് അതിന്റെ അടിയിൽ വീണ്ടും വരിക. എങ്ങനെ? അള്ളാഹുവിന്റെ ആയുടെയും അക്ബറിന്റെ റാന്റെയും ഇടയിൽ ഞാൻ 4 റക്അത്ത് ളുഹ്ർ നിസ്കരിക്കുകയാണ് എന്ന് മനസ്സിൽ കൊണ്ടുവരിക. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി. ഒരാൾക്ക് അതിനാൽ കഴിയണില്ലെങ്കിൽ വേഗം തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുക. പതിയെ ഇതിലേക്ക് വരണം. ആലിമികൾക്ക് ഇത് പറഞ്ഞ മനസ്സിലാവും. കാരണം ഫത്തുൽ മുഅ്മിൻ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ട്, തോഫി ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആലിമികൾക്ക് ഇത് എളുപ്പം മനസ്സിലാവും. കാരണം കുട്ടിപ്രായത്തിൽ ഇങ്ങനെ നിയ്യത്ത് ചെയ്ത് ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതാരും കാണൂല, കേൾക്കൂല. അത് അടിമ സ്വയം കൊണ്ടുവരേണ്ടതാണ്. ഉസ്താദിനോട് പറഞ്ഞ് നുണ പറയാൻ പറ്റും, ഞാൻ കൊണ്ടുവന്നു. ഉസ്താദ് കാണൂല. പക്ഷെ അവിടെ നമ്മൾ കളവ് പറയില്ല ഉസ്താദിനോട്. എന്തുകൊണ്ടാണ്? നമ്മൾ ലെവലാക്കാനാണ്. പല ലെവലാക്കൽ കൊണ്ട് ഉസ്താദ് ലെവലാക്കി തരും. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ അത് ചെയ്യുന്നതാണ്. എന്ത്? അല്ലാഹു അക്ബറിന്റെ അടിയിൽ ഞാൻ എനിക്ക് നിർബന്ധമായ ഒരു നിസ്കാരം നിസ്കരിക്കുന്നു നടക്ക് വരും. അതിന്റെ അടിയിൽ കമാലിയത്താണ്. നേരെ ഉള്ളിൽ കയറി. എന്തിന്റെ ഉള്ളിൽ? കാരണം ഇത് കയ്യിന്റെയും നാവിന്റെയും പണിയല്ലേ, കൽപ്പിന്റെ പണി. എന്ത്? ആ നേരത്തെ അണ്ടി കച്ചവടത്തിന് പോകല്ലേ? ഈ കുറച്ച് കഴിഞ്ഞാൽ ഏതായാലും എവിടുത്ത് പോവുകയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഏതായാലും അണ്ടി കച്ചവടത്തിന് പോവുകയാണ്. അപ്പൊ ഇപ്പോഴെങ്കിലും കുറച്ചേരം ചാണ്ടി കച്ചവടത്തിന് പോകാതിരിക്കാനാണ് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ നേരെങ്കിലും പടച്ചോനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? നിയ്യത്ത് അതിന് ഉള്ളിൽ വെച്ചത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വസ്വാസിലാകണ്ട, പക്ഷെ പരമാവധി ശ്രദ്ധിക്കുന്ന നല്ലതാണ്. വജ്ജഹത്തു ശക്തിയായ സുന്നത്താണ്. ഇനി ഒരാൾ വജ്ജഹത്ത് ഓതിയില്ല, ചില നിസ്കാരത്തിൽ വജ്ജഹത്ത് ഓതരുത്. എക്സാമ്പിൾ,
മയ്യത്ത് നിന്റെ മുന്നിലുണ്ടാവുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞ നേരെ എവിടേക്ക് കയറും? ഫാത്തിഹ. കാരണം മയ്യത്തിന് എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം. അതുകൊണ്ടാണ് വജ്ജഹത്ത് ഒഴിവാക്കിയത്. അങ്ങനെയുണ്ട്. അവിടെ വജ്ജഹത്ത് കറാഹത്താണ്. വിടർത്തി പിടിക്കുക, ഖിബിലയിലേക്ക് നേരത്തെ പിടിക്കും ചെയ്യുക, കൂട്ടിപ്പിടിക്കാതിരിക്കുക. അത് പരിധി വിട്ട വിടർത്തി പിടിക്കൽ വേണ്ടതാനും. എല്ലാം അങ്ങനെയാണ്, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. പരിധി വിട്ട് ഇങ്ങനെ ആക്കണ്ട. ചുമലിന്റെ നിരക്ക് തന്നെ, ഇതിന്റെ അപ്പുറത്തേക്ക് ബുക്കും വേണ്ട, കയറ്റും വേണ്ട. ദുആ അങ്ങനെ തന്നെ, പരിധി വിടണ്ട. ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് രീതി ഇങ്ങനെയാണ്. വുളൂഇന്റെ അവയവത്തിലാണ് കറുപ്പിച്ച മുടിയുള്ളത് എങ്കിൽ അതിലേക്ക് വെള്ളം ചേരുകയില്ല. ഉദാഹരണം താടി തിക്കകറ്റൽ സുന്നത്താണ്. അതേസമയത്ത് ളഹ്റിൽ വെള്ളം ചേരൽ നിർബന്ധമാണ്. ഗോദ്രേജിന്റെ കറുപ്പെടുത്തിട്ട് തേക്കും. അപ്പൊ അതിനൊരു അയിനുണ്ട്, തടിയുണ്ട്. അത് പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനമാണെന്ന് മാത്രമല്ല, അതിന്റെ ബേസ്മെന്റ് എന്താ സാധനം? കറുപ്പിക്കൽ ഹറാമെന്ന് വേറെ വിഷയം. ഹറാമൊക്കെ മനുഷ്യന്മാർ കാട്ടുന്നില്ലേ? ഇവിടെ വിഷയം എന്താണെന്നറിയോ? കറുപ്പിക്കൽ ഹറാമിന്റെ വിഷയമല്ല, ഇവിടെ വുളു സഹിയാവൂല. ഇതാണ് ഇവിടെ വിഷയം. മുടി കറുപ്പിക്കൽ ഹറാമ് വേറെ വിഷയം. അതേ സമയത്ത് ഹറാമായാലും വേണ്ടില്ല, കറുപ്പിക്കന്നെ എന്ന് വിചാരിച്ചവർക്ക് നിസ്കാരം ഉണ്ടാവൂല. താടി കറുപ്പിച്ചാല് ഹൈന്നാവ് പറ്റും. എന്ത്? മൈലാഞ്ചി. അതേ സമയത്ത് ട്യൂബ് മൈലാഞ്ചി സാധ്യത കുറവാണ്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട ട്യൂബ് മൈലാഞ്ചി അല്ല. അതെന്താണ്? അത് പോളീഷാണ്. പോളീഷ് എന്താണ്? പെട്രോളിയമാണ്. മൈലാഞ്ചി തേക്കലും അത് എവിടുന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം. ഈ മൈലാഞ്ചികളിൽ പലതും പെട്രോളിയമാണ്. മുടിയും തലയും മുഴുവനും ഇത് വാരിപ്പൊത്തും. ആക്സിഡന്റ് വിടും. അല്ലാഹു കാക്കട്ടെ, മരിക്കും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യും. പിന്നെ ഞങ്ങൾ വിചാരിച്ച എന്ത് നടക്കൂല? ഒരച്ച് കുളിപ്പിക്കൽ അവിടെ നടക്കൂല. ഒരു ഒഴുക്കുവെള്ളമാണ് പാരും. ഈ ഒഴുക്ക് വെള്ളം എന്തിലേക്ക് ചേരൂല? ഇതിലെന്തുണ്ട്? ഗോദ്രേജ് ഉണ്ട്. പിന്നെ നിസ്കരിച്ചാൽ സഹിയാവൂല. മയ്യത്തിന്റെ കുളി സഹിയായിട്ടില്ലെങ്കിൽ എന്ത് സഹിയാവൂല? നിസ്കാരം, നമ്മളെ നിസ്കാരം സഹിയാവൂല. അയാൾക്ക് നിസ്കാരം കഴിഞ്ഞല്ലോ. അയാളെ പൂർണ്ണമായി ശുദ്ധിയാക്കിയാലേ എന്ത് പറ്റുള്ളൂ? ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ നമ്മളെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വേഗം കുളിപ്പിച്ചു വെക്കും. എന്തിന്? ആർക്കെങ്കിലും അല്ലെങ്കിലോ നിസ്കരിക്കാൻ പറ്റൂല. കുളി പൂർത്തിയാകാത്ത കാലത്തോളം എന്തില്ല? നിസ്കാരമില്ല. ഈ ഗോദ്രേജ് വാരി തേച്ച് ആക്സിഡന്റിൽ പെട്ടാൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ്മോർട്ടം ചെയ്യും. പിന്നെ കുത്തിന് കൊണ്ടതിന് മേലെ കൂടി വെള്ളം വരും. ആ അവസ്ഥയോട്ട് അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കുളി സഹിയല്ല, അപസ്കാരം സഹിയല്ല. അങ്ങനെ കൊണ്ടാണ് കുഴിച്ചിടും. പഠിച്ച ഇൽമൊക്കെ അല്ലാഹു നാഫിയാക്കി തരട്ടെ. ബിഹഖ്ഖിൻ നബിയിൽ മുസ്തഫ വബിഹഖ് ആലിൻ നബിയിൽ മുസ്തഫ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സാഹിബിത് താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ അലം ദാഫിഉൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂശുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഖറുൻ മുനവ്വർ ഫിൽ ബൈത്തി വൽ ഹറം ശംസുൽ വഹാ ബദരിൽ ബിജാ സദരിൽ ഉലാ നൂരിൽ ഹുദാ കൗഫിൽ വറാ മിസ്ബാഹിൽ ളുലം ജമീൽ الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما اللهم صل وسلم وبارك عليه سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.